ഇന്ന് നമുക്ക് ചോറ് കൊണ്ട് എങ്ങനെയാണ് വട തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അരി വയ്ക്കുന്ന ചോറാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലത്തെ 250 ml ഒരു കപ്പിൽ 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ചോറ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് അരയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം ചേർക്കാതെ നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ചോറിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ വേപ്പില നമുക്ക് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് കീറി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വടയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ വറുക്കാത്ത അരിപ്പൊടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. വടയ്ക്ക് നല്ല ഉറപ്പും ഒരു ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് മാത്രമായിട്ട് നമ്മൾ വട ഉണ്ടാക്കി അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനും വടയുടെ ഷേപ്പ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ചേർത്താൽ മതി. ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ഒരല്പം ജീരകവും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ അല്പം വെള്ളം തൂത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വടയ്ക്കുള്ള മാവ് റെഡിയായി കഴിഞ്ഞു. നമുക്കതിന് അരമണിക്കൂറിന് ശേഷം വടയാക്കി മാറ്റാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ശരിക്ക് ചൂടായതിന് ശേഷം നമുക്ക് 2 കൈയിലും നന്നായിട്ട് വെള്ളം തൂത്ത് കൊടുക്കാം. കയ്യിൽ ഒരു ഉരുള മാവെടുത്ത് അത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പരത്തി അതിന് നടുവിലൊരു ഹോള് ഇട്ട് കൊടുക്കാം. ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഓരോ വട ഉണ്ടാക്കുമ്പോഴും കയ്യിലേക്ക് വെള്ളം തൂക്കണം, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ വട നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് എണ്ണ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൂടെ നമുക്കിതുപോലെ എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. ഈ വട നല്ല സോഫ്റ്റുമാണ്, ക്രിസ്പിയുമാണ്. പിറ്റേ ദിവസത്തേക്ക് ഇരുന്നാലും ഈ വട ചീത്തയാവില്ല.